നമ്മളെ സംബന്ധിച്ചോളം സ്പർശ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ 7ാമത്തെ ഷോറൂമാണ് ചെറുപുഴയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സ്പർശ ഗോൾഡൻ ഡയമണ്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ന് സ്വർണ്ണ വില നല്ല രീതിയിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതൊരു സാധാരണക്കാരനും സ്വർണം തൊട്ടുകൊണ്ട് ഡിജിറ്റലായിട്ടും നേരിട്ടും പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വിപണന രീതിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സ്പർശ ഗോൾഡൻ ഡയമണ്ട്സ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 7 ഷോപ്പുകൾ പറഞ്ഞു ഓൾറെഡി. ചെറുപുഴ 7ാമത്തേതാണ്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത് തിരൂര് നമ്മളൊരു ഷോപ്പ് ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. അത് ഈ മലബാർ മേഖലയിൽ തന്നെയാണ്. അതുകൂടാതെ കാഞ്ഞിരമറ്റത്ത് സ്പർശ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഷോപ്പ് നമുക്കുണ്ട്. പിന്നെ എടപ്പള്ളിയിലുണ്ട്, എറണാകുളത്ത്, കോട്ടയ്ക്കിൽ നമുക്ക് ഷോപ്പുണ്ട്. അങ്ങനെ 7ഓളം ഷോപ്പുകൾ, പറയുകയാണെങ്കിൽ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് പറയാനുണ്ട്. ഇനിയും പാല ഭാഗത്തൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരിക്കലും ഒരു കോർപ്പറേറ്റ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ജനങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു കോർപ്പറേറ്റ് രീതി അവലംബിക്കുക സ്വർണത്തിൽ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ ഒരു തരത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒരു ഇൻട്രോ പറയാനുള്ളത്. ഓക്കെ. ചെറുപുഴ തീർച്ചയായിട്ടും നല്ലൊരു മേഖലയാണ്. കാരണം നമുക്കറിയാം, ചെറുപുഴ കോട്ടയം ആ ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ആ മേഖലയോടുള്ള ബന്ധം നമുക്കറിയാം. ഒരു ഒരു മലയോര പ്രദേശമാണ്. പക്ഷെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ജനങ്ങളാണ് ഇവിടെ എന്നുള്ളതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതുമാത്രമല്ല, നമ്മളെ സംബന്ധിച്ചോളം ആക്സസ്, അതായത് നമുക്ക് അടുത്ത സ്റ്റേറ്റിലേക്കുള്ള ഒരു ആക്സസ് കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്ലാനിങ് നമുക്കുണ്ട്. അപ്പോൾ ചെറുപുഴനെ സംബന്ധിച്ചോളം നല്ല ജനങ്ങളാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ജനങ്ങളാണ്. എനിക്ക് തോന്നുന്നു സ്വർണത്തിൽ അത്യാവശ്യം സ്വർണ്ണാഭരണങ്ങൾ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളൊക്കെ വിൽപ്പന കൂടുതലുള്ളൊരു മാർക്കറ്റാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അല്ല, ഞങ്ങൾ മുമ്പ് കൊടുത്തിട്ടുള്ളൊരു പത്രമാധ്യമത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ശരിക്കും ഒരു 80-90 കിഡ്സ് ആണ്. ആ റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഒരിക്കലും പരമ്പരാഗതമാണെന്ന് പറയാൻ പറ്റില്ല, നവീനമായിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല. രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് രീതിയാണ് നമുക്കുള്ളത്. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാം അറിയാം, എല്ലാം തന്നെ ഡിജിറ്റലാണ് അല്ലേ. ഇപ്പോൾ ഗവൺമെൻറ് രീതിയിലുള്ള കാര്യങ്ങൾ പോലും ഇന്ന് ഡിജിറ്റൽ രീതിയിലാണ് എല്ലാവരും നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാം ഒരു തമ്പിലാണ് ഇന്ന് നിൽക്കുന്നത് അല്ലേ. ആദ്യം ആളുകൾ ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് തമ്പ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാനാണ് തമ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പരമ്പരാഗതമായിട്ടും അതുപോലെ നവീനമായ രീതിയിലും നമുക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനും അത് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു വിപണന രീതി, അത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മണി ചെയിൻ മോഡലാണ് ഇങ്ങനെ വ്യാപകം ചെയ്തത്. മണി ചെയിൻ മോഡലാണ് കച്ചവടം, അതിനെപ്പറ്റി ഒരു ആരോപണങ്ങൾക്ക് വരുന്നുണ്ട് ഈ സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. തീർച്ചയായിട്ടും ഞങ്ങളത് കേട്ടിട്ടുണ്ട്. കാരണം പല ആൾക്കാരും നമ്മളെ പറ്റി പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഏജൻറ്റുകൾ, എല്ലാ ബിസിനസ്സിലും ഏജൻറ്റുകളുണ്ട്. ഈ ഒരു ഹോട്ടലാണെങ്കിലും നമ്മൾ റെഫറൽ ചെയ്യാറുണ്ട്. നമുക്ക് റെഫറൽ ആവശ്യമുള്ള കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ നമ്മൾ ഈ പത്രസമ്മേളനം നടക്കുമ്പോൾ തന്നെ ഈ ചെറുപുഴ ന്യൂസ് ആയാലും ഞാൻ കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള ന്യൂസുകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം റെഫറൽ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. അതുപോലെ റെഫറൽ ബിസിനസ്സുകൾ നമുക്കുണ്ട്. ആ ഒരു രീതിയിലുള്ള റെഫറൻസ് ബിസിനസ്സുകൾ നമുക്കുണ്ട്. അത് മണി ചെയിൻ രീതിയാണ് എന്ന് പറയുന്നത് അതൊരു ട്രെൻഡി ഒരു പേരായതുകൊണ്ട് നമുക്കെതിരെ അങ്ങനെയുള്ള ആരോപണങ്ങളും വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ എന്താ പറയുക, അത് ഞങ്ങൾ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ ഞങ്ങൾ ഇത്തിരി കൂടിയും ഡെവലപ്പ് ചെയ്യുന്നതും അതുപോലുള്ള ന്യൂസുകളായിട്ട് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ചെയ്താൽ റെഫർ ചെയ്താൽ യു ആർ എലിജിബിൾ ഫോർ സർട്ടൻ റെമ്യൂണറേഷൻ അല്ലേ. അതിപ്പോൾ ഏത് മേഖലയിലായാലും റെഫർ ചെയ്താൽ ദർ ഇസ് സംതിങ് വിച്ച് വിൽ ബി ആസ് എ ഗെയിൻ. അതിപ്പോൾ നമ്മളായാലും ഏത് ബിസിനസ്സായാലും, ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഉള്ള സോണ ജുവലേഴ്സ് ഉണ്ട്, വേറെ 3-4 ജുവലേഴ്സ് ഉണ്ട്, അപ്സരയുണ്ട്, പവിത്രയുണ്ട്. ഇവർക്കൊക്കെ ആരെങ്കിലും ഒരാൾ റെഫർ ചെയ്താൽ ഈ റെഫർ ചെയ്യുന്ന ആൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർ റെഫർ ചെയ്യില്ല. ദാറ്റ്സ് പാർട്ട് ഓഫ് ദ ബിസിനസ്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മണി ചെയിൻ എന്ന് പറയുന്നതിന്റെ പോസിബിലിറ്റി ഇല്ല നമ്മുടെ ബിസിനസ്. അത് മാത്രമല്ല, ഡിജിറ്റൽ ആയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ചിന്ത എല്ലാവർക്കും. ഞാൻ ഓപ്പണായിട്ട് പറയാം, മലയാളികളെ സംബന്ധിച്ചോളം എന്ത് ഡിജിറ്റലായാലും ആ ഡിജിറ്റൽ ഒരു പ്രശ്നമാണെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം അത് ഈ 80 കിഡ്സിലുള്ള ആൾക്കാരാണ് കൂടുതൽ എന്നാണ് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ശരിക്കും അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മളൊരു ഓപ്പണായിട്ട് നമ്മളൊരു ഷോപ്പ് ഓപ്പൺ ചെയ്ത് പോകേണ്ട കാര്യമില്ല. നമുക്ക് അങ്ങനെ ഒരു റൂട്ടിൽ കൂടെ പോകാനാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, ഈ കൊമോഡിറ്റി ട്രേഡിന് വേണ്ട കാര്യമില്ല അല്ലേ, മണി ചെയിൻ എന്നുള്ളൊരു കമോഡിറ്റി ട്രേഡിന് ആവശ്യമില്ല. ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ഫോർ ദ ഇൻഫ്രാസ്ട്രക്ചർ, ഇൻവെസ്റ്റ്മെന്റ് ഓൺ ദ സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെന്റ് ഓൺ ദ എംപ്ലോയീസ് ഇല്ലേ.
and marketing, you know. പ്രൊഫഷൻ, അതായത് നല്ല പ്രൊഫഷണൽ ഇദ്ദേഹത്തിനെ പോലുള്ള പ്രൊഫഷണൽ കൊണ്ടിരിക്കേണ്ട കാര്യം. അതെ. അതെ, ഇപ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള മേഖലയാണല്ലോ ഗോൾഡ് ബിസിനസ് എന്ന് പറയുന്നത്. ഭയങ്കര കോമ്പറ്റീഷനാണ്. അതിനിടയിൽ തന്നെയാണ് ചില പ്രത്യേക പെട്ടെന്ന് മാറ്റി വന്നിട്ട് അതേപോലെ തന്നെ അപ്രത്യക്ഷമാകുന്ന ഇതിനൊരു മറുപടി ഞാൻ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് മുളച്ചു പൊന്തിയ ആൾക്കാരല്ല. അത് ഞങ്ങളെ പറ്റി ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇപ്പം എൻ്റെ ഏജ് അല്ലെങ്കിൽ എൻ്റെ ഒരു ആകേഷിൻ്റെയോ ഞങ്ങൾ ബ്രദേഴ്സാണ്, ഞങ്ങളുടെ ഏജാണ് ശരിക്കും പറഞ്ഞാൽ സ്വർണ്ണത്തിൽ നമ്മുടെ എക്സ്പീരിയൻസ്. ഞങ്ങൾ ബേസിക്കലി സ്വർണ്ണ തൊഴിലാളികളിൽ പെട്ട ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ സ്വർണ്ണം നമ്മൾ ചെറിയ പ്രായം മുതൽ കാണുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ മൊബൈൽ ഫോണിനോടും സ്മാർട്ട് ഫോണിനോടൊക്കെ നമുക്ക് ക്രൈസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് സ്വർണം നമുക്ക് കണക്ട് ചെയ്തുകൂടാ, സ്മാർട്ട് ഫോണായിട്ട് കണക്ട് ചെയ്തുകൂടാ എന്നുള്ള ചിന്ത ഒരു 11 വർഷം മുമ്പ്, അത് ഇത്തിരി രാകേഷ് നന്നായി പറയാൻ പറ്റും. 11 വർഷം മുമ്പാണ് ഞങ്ങളത് പ്ലാൻ ചെയ്തത്. 2011 മുതലാണ് ഞങ്ങൾ ഇതിൻ്റെ പ്ലാനിങ് സ്റ്റാർട്ട് ആവുന്നത്. ആ സമയത്ത് കീപാഡ് ഫോൺസ് ആയിരുന്നു എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. നമ്മൾ ചിന്തിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള റെവല്യൂഷൻ വരാൻ പോകുന്നത് ടെക്നോളജിയിലാണ്. കാരണം ഇന്ന് AI പോലുള്ള സാങ്കേതിക വിദ്യ അടങ്ങുന്ന ഫോണുകൾ, സ്മാർട്ട് ഫോൺസ് ഓൾറെഡി ഇത് കഴിഞ്ഞു, ആളുകളുടെ കൈവശമായി കഴിഞ്ഞു. അപ്പോൾ ആ സാധ്യത വെച്ചുകൊണ്ട് നമുക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയിട്ടുള്ള നമ്മുടെ മേഖലയെ, ഗോൾഡ് എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രീനെ ഈ ഒരു ടെക്നോളജിയുമായിട്ട് ആഡ് ചെയ്തുകൊണ്ട് മാർക്കറ്റിലുള്ള കസ്റ്റമേഴ്സിലേക്ക് ഈസി ആയിട്ട് റീച്ച് ചെയ്യുക എന്നുള്ളൊരു മാർക്കറ്റിംഗ് രീതി മാത്രമാണ് ഞങ്ങൾ അത് ആവിഷ്കരിച്ചത്. അത് ഏറ്റെടുത്ത ചില ആളുകൾ, അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ, ഈ പറയുന്ന എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ്സായിട്ട് നിൽക്കുന്ന ആളുകൾ പല രൂപത്തിലും അതിനെ പറഞ്ഞുകൊണ്ടുള്ള വ്യത്യാസങ്ങളിൽ ആളുകൾ കേട്ടുപോയതാണ് ശരിക്കും. ഇപ്പോൾ ആക്ച്വലി നമ്മളിവിടെ ചെറുപുഴയിലേക്ക് വരുന്നത് തന്നെ ഒരു വ്യക്തിയുടെ, ഇവിടുത്തെ സന്തോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഇൻറ്റൻഷനിലാണ്. കാരണം ഗൾഫിൽ പോകാൻ നിന്നൊരു വ്യക്തിനെ ആൾ എന്തെങ്കിലും സാർ നാട്ടിൽ ചെയ്യണം, എനിക്ക് കുറച്ച് ഫൈനാൻഷ്യലിയുള്ള കുറച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും ബെസ്റ്റ് മേഖലയിലേക്ക് താങ്കളെ കൊണ്ടുവരാം. അന്ന് ആളോട് പറഞ്ഞ ആ ഒരു വാക്കിൻ്റെ പുറത്താണ് ഞങ്ങൾ ഇത്രയും സ്റ്റോക്കും കാര്യങ്ങളും വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ ചെറുപുഴയിലുള്ള ഒരാളുടെയും പൈസ കൊണ്ടല്ല അത് എന്ത് ചെയ്തിട്ടുള്ളത്, അത് തുടങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ്. അതിലേക്ക് നല്ലവരായിട്ടുള്ള ചെറുപുഴയിൽ ആ സ്നേഹത്തോടു കൂടി വരാൻ പറ്റുന്ന ആളുകളിലേക്ക് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഒരു ഭാഗമാവാനായിട്ടുള്ള അവസരവും എല്ലാവർക്കും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മലയോര മേഖലയിൽ എന്ന് പറഞ്ഞ് കുറേ വാർത്തകൾ നമുക്കെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ഒരുപാട് ആളുകൾ നമ്മൾ സപ്പോർട്ടീവായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഞങ്ങളുടെ ഷോപ്പുകൾ ആക്ച്വലി മലയോര മേഖലയിലല്ല, എടപ്പള്ളിയിലാണ് നമ്മുടെ കമ്പനിയുടെ ഹെഡ് ഓഫീസ് ഇരിക്കുന്നത്. ഹെഡ് ഓഫീസ് ഇരിക്കുന്നത് ലുലു മാളിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അത് ഭയങ്കര മലയോര മേഖലയാവും. അതുപോലെ തന്നെ കോട്ടക്കൽ ഷോറൂം ഇരിക്കുന്നത് കോട്ടക്കൽ എഡ്രിക്കോടാണ്, കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ തൊട്ടടുത്താണ്. അതൊരിക്കലും ഒരു മലയോര മേഖലയല്ല. ഈ തിരൂര് കോഴിക്കോടുള്ള ഷോപ്പ് ഇരിക്കുന്നത് മാത്തോട്ടത്തും അതുപോലെ തന്നെ അരക്കിണറിലുമാണ്. ഇനിയിപ്പോൾ തിരൂര് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മംഗലത്താണ് നമ്മുടെ ഷോപ്പ് ഇരിക്കുന്നത്. ആകെ ഒരേ ഒരു ഷോപ്പ് മാത്രമാണ് ഞങ്ങൾ മലയോര മേഖലയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അത് ഞങ്ങളായിട്ട് തുടങ്ങിയ ഷോപ്പാണ്. ആ ഷോപ്പിലേക്ക് കസ്റ്റമർ ക്രിയേഷനുമായിട്ട് പല ആളുകളും നമ്മുടെ എക്സിക്യൂട്ടീവ്സായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മാർക്കറ്റിംഗ് ആണ് എല്ലാ ബിസിനസ്സിൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ആ മാർക്കറ്റിംഗ് ഇല്ലാതെ ഒരു ബിസിനസ്സും എന്താവില്ല, ഒരു സ്ഥലത്തേക്കും എത്തിക്കാനായിട്ട് പറ്റില്ല. അത് നമ്മൾ വളരെ വ്യക്തമായിട്ടും വേറിട്ട സ്ട്രാറ്റജിയിലുമായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നതിനെ മറ്റുള്ളവർ പലതും പറയുന്നതിന് നമുക്ക് മറുപടി പറയാൻ ഒന്നുമില്ല എന്നാണ് ശരിക്കും പറയാൻ. തീർച്ചയായിട്ടും ഞങ്ങൾ മീഡിയയെ കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു മീഡിയ കമ്പനിയാണുണ്ട് തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കായാലും ഞങ്ങൾ പരസ്യം തരുന്നുണ്ട് അല്ലേ. മീഡിയ നിലനിന്ന് പോകണമെങ്കിൽ പരസ്യം വേണം അല്ലേ, സപ്പോർട്ട് വേണം. പല ആതുര സേവനങ്ങളും ഞങ്ങൾ പറയാറില്ല എന്നുള്ളൂ. ഞങ്ങൾ എല്ലാവരെയും പോലെ ഞങ്ങളത് കാണിച്ചുകൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കാറില്ല. അപ്പോൾ CSR ഒക്കെ നമുക്ക് പ്ലാനുള്ള സബ്ജക്റ്റാണ്. നമ്മൾ ഇന്ന് പോലും അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതിന് ശേഷമാണ് ആദ്യം ഞങ്ങൾ അത് ചെയ്തു കൊടുത്തതിന് ചെറുപുഴയിലുള്ള ഇവിടുത്തെ അന്തേവാസികൾക്കുള്ള കാര്യങ്ങളും എടുക്കാറില്ല. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഞങ്ങളുടെ ഷോപ്പിന് തിരിവരെ തെളിയിച്ചത് തന്നെ. അപ്പൊ അങ്ങനത്തെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ആളുകൾ കേട്ടത് എന്താണോ, ആക്ച്വലി സ്പർശ മീൻസ് ടച്ച്. അത് ഡിജിറ്റലായും ഫിസിക്കലായും എന്ത് ചെയ്യുക, ടച്ച് ചെയ്യുക, ആഭരണങ്ങളെ ടച്ച് ചെയ്യുക. കാരണം സ്വർണം എപ്പോഴും ദേഹത്തെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർണമെൻ്റാണ്. സ്വർണത്തിൻ്റെ പ്യൂരിറ്റി ഞങ്ങൾ ഗോൾഡ് സ്മിത്തുകളൊക്കെ കണക്കാക്കുന്നത് ടച്ച് എന്ന് പറയുന്ന രൂപത്തിലാണ് അതിന് എന്ത് ചെയ്യുന്നത്, പ്യൂരിറ്റി കണക്കാക്കുന്നത്. ഈ ടച്ച് അതുപോലെ തന്നെ ഇന്നെല്ലാവരും എന്താണ് ഡിജിറ്റലി ഈ ടച്ചാണ്. ഈ രണ്ട് ബന്ധങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതും ഒരു ടച്ച് എന്ന് വാലന്റൈൻസ് ദിനം കൂടിയാണ്. അപ്പോൾ രണ്ട് റിലേഷൻഷിപ്പിന് തമ്മിൽ ടച്ച് ചെയ്യിക്കുന്ന ഒരു ഫീലിംഗ്, അതിനെല്ലാം കൂടി ചേർത്ത് നമ്മൾ നൽകിയൊരു പേരാണ് ആക്ച്വലി സ്പർശ എന്ന് പറയുന്നത്. സ്പർശയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജസിലും ദാറ്റ് മീൻസ് ടച്ച്. എങ്ങനെയാണ് ആ വേർഡിൻ്റെ മീനിങ് വരുന്നത്?
ഈ മീനിങ് അർത്ഥവത്താക്കുക, അത് ജനഹൃദയങ്ങളിലെന്നും സുവർണ സ്പർശമായിട്ട് സ്പർശ ഗോൾഡൻ ഡയമണ്ട്സിന് മാറ്റിയെടുക്കുക. അതിൽ അങ്ങനെ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി പീപ്പിൾസിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് നല്ല നല്ല പർച്ചേസുകളിലേക്കും നല്ല നല്ല കസ്റ്റമർ എൻഗേജ്മെൻറ്റ്സിലേക്കും നല്ല നല്ല കസ്റ്റമർ ക്രിയേഷനിലേക്കും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു. അതും നമ്മൾ ഡിജിറ്റലിയും ആൻഡ് ഫിസിക്കലിയുമായിട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് 36 ഇയേഴ്സ്, ബ്രദർ പറഞ്ഞ പോലെ 36 ഇയേഴ്സ് ആയിട്ട് ഈ മേഖലയിൽ നമ്മുടെ ഫാമിലിയിൽ എന്തുണ്ട്, ബിസിനസ്സുണ്ട് ഗോൾഡിൻ്റെ. ഈ ഗോൾഡിൻ്റെ മേഖലയിൽ നിന്ന് ഞാൻ 14 ഇയേഴ്സിൽ ഈ ബിസിനസ്സിലേക്ക് കയറി വന്ന ആളാണ്. എൻ്റെ ഫാദർ മരണപ്പെട്ടതിന് ശേഷം ഞാനാണ് ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത്. ഞാനാണ് ഇവിടെ വന്നിട്ട് ആദ്യം ഇവിടെയുള്ള നല്ലവരായിട്ടുള്ള ഇവിടുത്തെ പഞ്ചായത്തിലുള്ള ആളുകളും മെമ്പർമാരും പൊളിറ്റീഷ്യന്മാരും എല്ലാവരുമായിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്, എല്ലാവരുടെയും സഹകരണം വേണമെന്ന് പറഞ്ഞപ്പോൾ ആ സഹകരണത്തിന് വേണ്ടിയിട്ടുള്ള കസ്റ്റമർ ക്രിയേഷൻ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ വന്നിട്ടൊരു ക്രിയേഷൻ ചെയ്യേണ്ട ആവശ്യം വരാതെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത കസ്റ്റമറിനെ കൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ ബിൽഡ് ചെയ്തത്. അത് മാത്രമല്ല നമ്മൾ മറ്റുള്ള ജ്വല്ലറികളിൽ നിന്ന് വ്യത്യസ്തരായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, കറക്റ്റാണ്. പക്ഷെ നമ്മൾ അവരും കൂടി ചേർത്താണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞങ്ങൾ ചെറുപുഴ വന്ന സമയത്ത് ചെറുപുഴയിൽ മറ്റുള്ള ജ്വല്ലറിക്കാരെ ഞങ്ങൾ നേരിട്ട് പോയി ഇൻവൈറ്റ് ചെയ്യുകയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മളെ വേറൊരു രീതിയിൽ കാണേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ആരെയും കോമ്പറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കോമ്പറ്റ് ചെയ്യാൻ വന്നതല്ല. ഇവിടുത്തെ ചെറുപുഴത്തെ കച്ചവടം ചെറുപുഴയിലുള്ള സ്വർണ്ണ വ്യാപാരികൾക്കും കിട്ടട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളൂ. അതിൻ്റെ ഒരു ഭാഗം മാത്രം ആർക്ക് മതി, നമുക്ക് മതി. ഈ വ്യാപാരി സുഹൃത്തുക്കളോടും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗോൾഡിൻ്റെ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സിന് എല്ലാവരോടും നമുക്ക് പറയാനുള്ള കാര്യം, സ്പർശനെ നമ്മൾ വേറിട്ടൊരു അന്യന്മാരായിട്ട് കാണേണ്ട കാര്യമില്ല. ഞങ്ങളെ കൂടെ അതിൽ കൂട്ടി നിർത്തിക്കൊണ്ട് അനിയന്മാരായിട്ട്, അതെ, എല്ലാവരിലേക്കാണ് എന്താ പറയുക, പ്രായക്കുറവ് കൊണ്ട് ചിലപ്പോൾ അങ്ങനെയായിരിക്കും, അനിയന്മാരായിട്ട് എന്ത് ചെയ്താൽ മതി, കണ്ടുകൊണ്ട് സഹകരിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് പോകാനായിട്ട് മീഡിയ സപ്പോർട്ട്. പിന്നെ ഹണ്ടിങ് മോഡൽ നമുക്കില്ല, നമ്മൾ ഒരുപാട് പണിക്കൂലി കുറച്ച്, ഞാൻ പറയട്ടെ, നമ്മൾ ഒരിക്കലും നമ്മൾ ഹണ്ടിങ് മൈൻഡ് നമുക്കില്ല, ഒരിക്കലും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ സ്വർണ്ണ തൊഴിലാളികളായിട്ട് വന്ന ആൾക്കാരാണ്, ഞങ്ങളുടെ ഫാമിലിയൊക്കെ അങ്ങനെ തന്നെയാണ്, ബിസിനസ്സുകാരാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം സ്വർണ്ണ തൊഴിലാളികൾ നമ്മൾ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്ത് തന്നെ പോകണം. അപ്പോൾ പണിക്കൂലി ഇല്ലാതെ കൊടുക്കുക എന്നുള്ള മൈൻഡ് നമുക്കില്ല, ഓപ്പണായിട്ട് പറയാം, അത് ഞങ്ങളുടെ പോളിസിയാണ്. പക്ഷെ ന്യായമായ പണിക്കൂലി, നമ്മൾ കാര്യം ചെയ്യും, മാന്യമായ ന്യായമായ പണിക്കൂലി. ആ ഓർണമെന്റിന് എന്താണോ കോസ്റ്റ് വരുന്നത് അതിന്റെ ഒരു സെർട്ടൻ എമൗണ്ട് കൂടി കൂടുതൽ. അപ്പോൾ കമ്പനി റൺ ചെയ്യണമെങ്കിലും നമുക്ക് പ്രോഫിറ്റ് വേണം, ആ രീതിയിലുള്ള ഇത് ചെയ്യാം. അതുപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈനിങ് എല്ലാം ക്യാഡിങ് മോഡലിൽ AI സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് എത്ര പവനിലാണോ ഗോൾഡ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്തുകൊണ്ട് അവരുടെ ബഡ്ജറ്റിനനുസരിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില കൂടുന്നതിനെ ഭയക്കാതെ അവരുടെ പോക്കറ്റിലുള്ള കാശ് കൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈൽ ഓഫ് ബിസിനസ്. അപ്പോൾ അതിനുവേണ്ടി ഷോപ്പ് വിസിറ്റ് ചെയ്യാനോ ഇതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് അവർക്ക് ഓൺലൈനായിട്ട് സെലക്ട് ചെയ്യാനും നമ്മുടെ കോൺസെപ്റ്റ് തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലത്തെ പെൺകുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അധികം ആർഭാടമായിട്ട് സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നതിനോട് വലിയ അഭിപ്രായമില്ലാത്ത ആളുകളാണ്. അപ്പോൾ അവർക്ക് സിമ്പിളായിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ 1.5 ഗ്രാം മുതലുള്ള ചെയിൻസ് കളക്ഷൻസ് ഉണ്ട്, വെറും 200-300 മില്ലി മുതലുള്ള കിഡ്സ് ബാംഗിൾസ് ഉണ്ട്. അതുപോലെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് 4 ഗ്രാംസ് 3 ഗ്രാംസിലൊക്കെ നെക്ലേസുകൾ, വേറെ രീതിയിലുള്ള ഓർണമെന്റ്സ് ഉണ്ട്. ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 പവന് കൊണ്ടൊക്കെ വേണമെങ്കിൽ ഒരു കല്യാണ പാർട്ടി നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഓർണമെന്റ്സ് നമ്മൾ ഫോക്കസ് ചെയ്യും, സാധാരണക്കാർക്ക് ചെയ്യാവുന്ന. അതുകൊണ്ടാണ് ചെറുപുഴ ഞങ്ങൾ എന്ത് ചെയ്തത് ഫോക്കസ്, അല്ലെങ്കിൽ എടപ്പള്ളിയിലത്തെ സ്റ്റോർ കഴിഞ്ഞ് നമുക്ക് തൊട്ടടുത്ത് ഏതെങ്കിലും സിറ്റി നോക്കിയാൽ മതി. പക്ഷെ ഞങ്ങൾ തൃശ്ശൂരിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പയ്യാവൂര് ഇപ്പോൾ നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പയ്യാവൂര്. ആക്ച്വലി ഞങ്ങൾ ഒരു 2024 കൂടി ഒരു എല്ലാ മേഖലയിലുമായിട്ട് ഒരു 12ഓളം ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. അത് ലാസ്റ്റിലേക്ക് വന്ന സമയം കൊണ്ട് നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ ആയതുകൊണ്ട് ഈ വർഷം ഫൈനാൻഷ്യൽ ഇയർ, ഈ വർഷം ഡിസംബർ കഴിയുന്നതോടുകൂടി തന്നെ ഒരു 12 ഷോപ്പിലേക്ക് നമ്മൾ എന്താവും മാറും. അത് ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല കാറ്റഗറി ഓഫ് B ക്ലാസ് ആൻഡ് A ക്ലാസ് ആൻഡ് B ക്ലാസ് ജ്വല്ലറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അല്ല അത് പറഞ്ഞു, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷെയർ കണ്ടെത്തുക എന്നുള്ള കാര്യമല്ല. ഇവിടെ ഇപ്പോൾ ചെറുപുഴയിലൊരു ഷോപ്പ് വരുമ്പോൾ ഇവിടുത്തെ ആളുകൾ തന്നെയാണ് അതിൻ്റെ ഓണേഴ്സ്. ആക്ച്വലി ബ്രാൻഡിങ് മാത്രമാണ് ഞങ്ങൾക്കുള്ളൂ. ഇവിടുത്തെ ആളുകൾക്ക് അതിൻ്റെ
ഷെയർ ഹോൾഡേഴ്സോ പാർട്ട്നേഴ്സോ ആയിക്കൊണ്ട് ഒരു ഇൻഡിവിജ്വൽ എൻറ്റിറ്റി ആയിട്ട് അവർക്ക് മാറാം. അവർ തന്നെയാണ് അതിൻ്റെ ഓണർഷിപ്പ് അവർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ നമ്മൾ ഇയർലി ഉള്ള ഡിവിഡൻഡ് മാത്രമേ ഉള്ളൂ. അതിന് അവർക്ക് ആ ഒരു സംഭവത്തിലേക്ക് അവർ കൂടെ നിൽക്കാനായിട്ടുള്ള അവർക്കൊരു സപ്പോർട്ടീവ് എന്താ പറയുക അതിനെ സിമ്പിളായിട്ട് പറയാം. ഞാനൊരു കാര്യം പറയാം. സഹകരണ സംഘങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയാണ്. ആ കണ്ണൂർ ജില്ലയിലുള്ള ആളുകൾ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ഭുതമുള്ള കാര്യമാണ്. സീരിയസ്ലി ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങളിപ്പം 10 lakh നിങ്ങളടുത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ മന്ത്ലി നിങ്ങൾ 18,000 അല്ല അതാണ് ഞാൻ പറയാം. ഈ ഇൻഫോർമേഷൻ പലപ്പോഴും നമുക്ക് മാറിപ്പോകുന്നതുകൊണ്ടാണ് പ്രശ്നം. നമ്മൾ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് LLP ഫോം ചെയ്ത് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് ആ കമ്പനിയിലേക്ക് നമ്മൾ ഒരു കൂട്ടായ്മ കൺസോർഷ്യം രൂപീകരിച്ച് ആ കമ്പനി ഫോം ചെയ്ത് ആ കമ്പനിയുടെ ഓണർഷിപ്പും ആർക്കാണുള്ളത്? ആ നാട്ടിലുള്ള ആളുകൾക്കാണ്. അതിൻ്റെ മോണിറ്ററിങ് സ്പർശ ഗോൾഡൻ ഡയമണ്ട്സ് എന്നുള്ള ബ്രാൻഡ് കൊണ്ടുവരിക. ഈ രീതിയിൽ 100-ലധികം ഷോപ്പുകൾ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. രാകേഷ് ഓൾറെഡി പറഞ്ഞു ഈ വർഷം 12 ഷോപ്പ്. അതിനുശേഷം നമ്മൾ പല പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഷോപ്പുകൾ ഓപ്പൺ ചെയ്യുക. എല്ലാം തന്നെ ചെറുതും വലുതുമായ ഷോപ്പുകൾ. അതിന് സാർ ഒരു ഇംഗ്ലീഷ് വേർഡ് പറയും. ആ ചെറുതും വലുതുമായ ഷോപ്പുകൾ എന്നുള്ള രീതിയിൽ. അതായത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓപ്പണായിട്ട് പറയും. ഇപ്പോൾ ചെറുപുഴ ചെറിയൊരു ഷോപ്പുകളാണ് ഉള്ളത്. പക്ഷെ ഒന്ന് ആലോചിക്കുക, ഒരു സാധാരണക്കാരന് ഇന്നത്തെ കാലത്ത് ഒരു വലിയ ഷോപ്പിൽ കയറി പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾ പറഞ്ഞൊരു പോയിന്റാണ് 10 ലക്ഷം രൂപയ്ക്ക് സ്വർണ്ണക്കട. ചിന്തിക്കാൻ പറ്റുമോ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം? ഒരു ഗൾഫ് റിട്ടേൺ ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു 10 ലക്ഷം രൂപ കയ്യിലുണ്ട്, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഷോപ്പിൽ നിന്ന് തുടങ്ങാൻ പറ്റുമോ സ്വർണ്ണക്കട? പറ്റില്ല. അപ്പോൾ അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ പറ്റും. ഒരു 10 പേരുടെ കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു 20 പേരുടെ കൂട്ടായ്മ നടക്കും. ആ കൂട്ടായ്മയ്ക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അവരുടെ പൈസ നമ്മൾ കൊണ്ടുവച്ചിട്ട് നമ്മൾ എന്താ പറയുക ഇത് കൊടുക്കുന്ന പരിപാടിയല്ല. അത് കറക്റ്റായിട്ട് ജനങ്ങൾക്കത് മനസ്സിലാവുന്ന രീതി. ഇപ്പം ഞാൻ പറയാം, ഞങ്ങൾ കൊച്ചിയിൽ ഹബ്ബിലിരിക്കുന്നത്, ഞങ്ങൾ ഈ മീഡിയയുടെ ഒരു എന്താ പറയുക ആ ഒരു റൗണ്ടിൽ ഇപ്പോൾ ശ്രീകണ്ഠൻ സാറായാലും എല്ലാവരും നമ്മുടെ തൊട്ടും അപ്പുറത്തും ഉണ്ടെന്ന്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ബിസിനസ് തുടങ്ങില്ല, ഒരിക്കലും ഇല്ല. അത് കൃത്യമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടും ഞങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അതായത് കൂട്ടായ്മയാണ്, കൺസോർഷ്യം എന്ന് പറയും. ഇവിടെ നമ്മൾ ഷോപ്പ് തുടങ്ങിയതിന് ശേഷമാണ് ആ കൂട്ടായ്മയിലേക്ക് ആളുകളുടെ പൈസ മേടിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത രീതിയിലല്ല. അതാണ് ഈ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പല മിസ്റ്റേക്സ് ആണ് നമുക്കെതിരെയുള്ള ആരോപണങ്ങൾക്കും അതുപോലെ തന്നെ ഓരോരുത്തരുടെ തോന്നലാണ് ഇത് അങ്ങനെയാണ് എന്നുള്ളത്. ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഓപ്പറേറ്റ് പറയാം. ചോദിച്ചതിൽ അങ്ങനെയല്ല, ചോദിച്ചതിന് അർത്ഥം അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം, ഞാനിപ്പോ 1000 രൂപ നിങ്ങൾക്ക് തന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് എനിക്കൊരു ദിവസം തന്നെ പിന്നെ 120-150 രൂപ വെച്ച് എല്ലാം ദിവസം തരാൻ തുടങ്ങിയാൽ അതെങ്ങനെയാണ്? അങ്ങനെ നിങ്ങൾക്ക് തരാൻ പറ്റും. ഇതിനകത്തൊരു സാധ്യത. ഞങ്ങളിവിടെ ഒരാൾ കഴിഞ്ഞ സമയത്ത് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അയാൾക്ക് 1.70 കിട്ടിയത്. അല്ല, അത് കറക്റ്റ്. ഞാനൊരു കാര്യം പറയാം. നമ്മൾ അറിഞ്ഞ് ചെയ്യാതും അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. നമ്മളൊരു കാര്യത്തിനെ പറ്റി അറിഞ്ഞ്, ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് വന്ന ആൾക്കാരാണ് ഞങ്ങളെ സംബന്ധിച്ചോളം. ഞങ്ങൾ അറിഞ്ഞു ചെയ്യുന്നത്. ചില ആൾക്കാർ അറിയാതെ വരും. ഇപ്പം ഞങ്ങൾ അറിയാതെയാണ് ഇതിനകത്ത് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ക്ലിയർ എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ സിസ്റ്റത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. സ്വർണത്തിൻ്റെ മൂല്യം ഓരോ ദിവസവും വർദ്ധിക്കുന്നുണ്ട്. ഇന്ന് 10 രൂപ മൂല്യം വർദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? ഇതിൻ്റെ ഗുണഭോക്താക്കൾ കോർപ്പറേറ്റുകളാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളും വലിയ ഹ്യൂജായിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഈ ഷോപ്പ് ഈ സ്പർശ ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരമ്പരാഗതമായ ഒരു ബിസിനസ്സിന് ഒരു പേര് കൊടുത്തു. അതാണ് സ്പർശ ഗോൾഡൻ ഡയമണ്ട്സ്. ആ പേര് കൊടുക്കുന്ന സമയത്ത് സ്വർണത്തിൻ്റെ വില 5120 ആണ്. ഇന്ന് സ്വർണത്തിൻ്റെ വില 7990 രൂപയാണ്. ക്ലിയർ? അപ്പോൾ ഒരു ഗ്രാം സ്വർണത്തിൽ ഏകദേശം 2800 ആ റേഞ്ചിലുള്ള ഗോൾഡ് റേറ്റ് മാറ്റം വന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? എടുക്കാമായിരുന്നു. ഇത് ഞങ്ങളുടെ ഏജന്റുകൾക്ക് കൂടി ഞങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാമെന്നുള്ള ചിന്ത ഞങ്ങൾക്ക് തോന്നി. അത്രേ ഉള്ളൂ. അത്രേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞങ്ങൾ പക്ഷെ അതിനെ പറ്റി ആളുകൾ മറ്റുള്ളവരോട് പറയുമ്പോൾ, ഇപ്പം ഞാനൊരു കാര്യം നേരിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള ഒരാളോട് പറയുമ്പോൾ ചിലപ്പോൾ അത് അങ്ങനെയായിരിക്കും പറയുന്നത്. ഇങ്ങനെ ഉള്ള ആളുകളുടെ അടുത്ത് പറയുന്നതിന് ചോദിച്ച് മനസ്സിലാക്കി യൂട്യൂബിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഞങ്ങളുടെ കമ്പനി, ഞങ്ങളുടെ ഏത് ഷോപ്പിൽ ചെന്നാലും ഞങ്ങളുടെ നമ്പർ കിട്ടുമല്ലോ, ഞങ്ങളെ വിളിച്ച് ചോദിക്കുകയല്ലേ വേണ്ടത്? അതല്ലേ അതിൻ്റെ കാര്യം അല്ലേ? ഞങ്ങളെ നേരിട്ട് സംസാരിക്കുന്നതിന് പകരം ഇപ്പം ഒരു അറിവില്ലാത്തൊരു വ്യക്തി നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു, അൺഫോർച്യുനേറ്റ്ലി നമുക്കറിയാതെ വന്ന് പറഞ്ഞതാണ്. പക്ഷെ ആ വ്യക്തിയോട് ചോദിച്ച് മനസ്സിലാക്കി അത് പറയുന്നതിനേക്കാൾ നല്ലത് ഞങ്ങളെ നേരിട്ട് ഞങ്ങളെ കിട്ടുമല്ലോ. ഞങ്ങൾ നേരിട്ട് ആക്സസ് ഉള്ള ആൾക്കാരാണ് അല്ലേ? അപ്പം ഞങ്ങളോട് പറഞ്ഞത് ഇതേപോലെ നിങ്ങൾ
നിങ്ങളുടെ ഇനി തുറന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഇത് ബിസിനസ് സഹകരിക്കുന്ന സഹകരിക്കുന്ന ആൾ. അയാൾക്ക് നല്ല ലാഭം കിട്ടിയാലോ അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് ലാഭം കിട്ടിയിട്ടുണ്ടാവാം, പ്രൊമോട്ട് ചെയ്യാതെ നിങ്ങൾ കുറ്റപ്പെടുത്തല്ലേ നല്ലതായിരിക്കും പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഞങ്ങളെ നേരിട്ട് എന്ത് ചെയ്യുക, ഞങ്ങളെ നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ അതിനുള്ള കാര്യങ്ങൾ നമുക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സിംപ്ലി ഒരു കാര്യമുള്ളൂ. ഇപ്പോൾ 36 ഇയേഴ്സ് ആയിട്ട് ഗോൾഡ് ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, റീസൈക്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് വളരെ ചെറിയ പൈസ ഈ പറയുന്ന ഗോൾഡ് എന്ന് പറയുന്ന എമൗണ്ടിന് പെർ ഗ്രാമിന് ഉണ്ടായിരുന്നുള്ളൂ. രജിജി പറഞ്ഞ പോലെ തന്നെ 2020 to 23 5000-ന് താഴെയായിരുന്നു ഗോൾഡ് റേറ്റ്. ആ ഗോൾഡ് റേറ്റ് തന്നെയാണ് വീണ്ടും വീണ്ടും റീസൈക്കിൾ ചെയ്ത് എന്തിരിക്കും മാറിയത്, ഇന്നത്തെ 7990 എന്ന് പറയുന്ന മാർക്കറ്റ് പ്രൈസിലേക്ക് ആയത്. ഇതെല്ലാ കോർപ്പറേറ്റ്സിനും നാട്ടിൻ പുറത്തുള്ള എല്ലാ ജ്വല്ലറിക്കാർക്കും ഇതേ സാധനം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കസ്റ്റമേഴ്സിനും കൂടി അത് ബെനിഫിറ്റ് ആയിട്ട് കൊടുത്തതാണ് നമ്മൾ ചെയ്ത നമ്മുടെ മാർക്കറ്റിംഗ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 5200 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന സ്വർണം, ഞാൻ ഇത് പറയുന്നല്ല, ബോർഡ് റേറ്റ് പ്ലസ് വാല്യൂ അഡീഷൻ 10% വിചാരിച്ചോ, ആ 10% 7990 മാറ്റം വരുന്നുണ്ട്. ഇത് ആരാണ് കൊണ്ടുപോകുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അത് ജനങ്ങൾ കൂടി ആഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു സ്കീം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു സ്കീമിനെ നമ്മൾ ഡിജിറ്റലൈസ്. ആ ഡിജിറ്റലൈസ് സ്കീം നമ്മളെക്കാൾ മുമ്പെത്തും. ടെക്നോളജി എപ്പോഴും നമ്മളെക്കാൾ മുമ്പെത്തും. ഇപ്പൊ ചെറുപുഴയിൽ ഞങ്ങളെക്കാൾ മുമ്പ് ആരെത്തി, സ്പർശ ഗോൾഡൻ ഡയമണ്ട്സ് എത്തി. അത് ടെക്നോളജി ആയതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ നിങ്ങളായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് കൂടുതലും മൊബൈൽ ഫോണിലാണ്. ഒരു കാലഘട്ടത്തിൽ എത്ര റേഞ്ചുള്ള മൊബൈൽ ക്യാമറകൾ വേണമായിരുന്നു, ഇപ്പോൾ അത് ഈസി ആയിട്ടില്ലേ. അപ്പോൾ ടെക്നോളജി വരുമ്പോൾ എല്ലാവർക്കും ആക്സസ് കൂടും. അപ്പോൾ ആക്സസ് കൂടുമ്പോൾ അതിനകത്ത് എല്ലാവരും MBA കഴിഞ്ഞ ആൾക്കാർ വരണം എന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. അത് സാധാരണക്കാരായിരിക്കും. ആ സാധാരണക്കാരുടെ അടുത്ത് നമ്മളെ പറ്റി ചോദ്യം ചെയ്ത് അത് വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ എന്ത്. ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലായ? അപ്പം നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രോഗ്രാം നമ്മൾ ഇനിഷ്യേറ്റീവ് നമ്മൾ ഇപ്പോൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ, പേടിഎം വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എനിക്ക് കാശ് ഉണ്ടെങ്കിൽ മാത്രമാണ് വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നടന്നിരുന്ന ആൾക്കാരുടെ പെട്ടിക്കടയുടെ മുന്നിൽ പോലും ഇപ്പൊ എന്താക്കി വെച്ചു, QR കോഡ് സെറ്റ് ചെയ്ത് വെച്ചു. സെയിം ആസ് അതുപോലത്തെ QR കോഡ് പർച്ചേസ് നമ്മുടെ ആപ്പ് ത്രൂ QR കോഡ് പർച്ചേസ് വരുന്നുണ്ട്, നമ്മുടെ ആപ്പ് ത്രൂ വാലറ്റ് സിസ്റ്റം വരുന്നുണ്ട്, നമ്മുടെ ആപ്പ് ത്രൂ ഈ പറയുന്ന റഫറൽ ബോണസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് ഫെസിലിറ്റീസ് ആപ്പിൽ തന്നെ. ഗോൾഡ് ഓർണമെന്റ്സിനെ സെലക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നമ്മുടെ ഫോട്ടോയ്ക്കുമായിട്ട് കറക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോസിബിലിറ്റീസ് കാഡിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അതിനൊക്കെ ഇന്ന് ഈ പറയുന്ന ഒറ്റ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റുന്ന കാര്യങ്ങളാണത്. ഇപ്പം ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പോലും വേറെ ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് വരെ ഇവിടെ വന്നു കഴിഞ്ഞു. ഇത് മനസ്സിലാക്കാനുള്ള, പ്രത്യേകിച്ച് മലയാളികൾക്ക്, ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ആളുകൾക്ക് ഈ ആക്സെപ്റ്റബിലിറ്റി എന്ന് പറയുന്ന കാര്യം കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതിലേക്ക് റീച്ച് ചെയ്യാനുള്ള ആ ഒരു ടൈം മാത്രമാണ് നമുക്കെതിരെയുള്ള ആരോപണങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മലയാളികൾ അത് പ്രത്യേകം മാറ്റി പറയുന്നത്. മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൂർമ്മ ബുദ്ധിയുള്ള ആളുകളാണ്. അവർക്കറിയാലോ എന്താണ്, എവിടെയാണ് നമുക്ക് പർച്ചേസിങ് ചെയ്യേണ്ടത്, എവിടെയാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. ഞാൻ പറയുന്നു, ഗോൾഡ് എന്ന് പറയുന്ന കാര്യം പണ്ട് കാലത്ത് ആളുകൾ ഓർണമെന്റ് മാത്രമായിട്ടാണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഗോൾഡ് എന്ന് പറയുന്ന ഒരു സെക്യൂർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ആളുകൾ കാണുന്നത്. അതിനെ മാക്സിമം നല്ല രീതിയിൽ ജനങ്ങൾക്കും കൂടി ഈസി ആയിട്ട് പർച്ചേസും അതുപോലെ തന്നെ അവർക്ക് നിക്ഷേപവുമായിക്കൊണ്ട്, അവരുടെ കയ്യിൽ തന്നെ നിക്ഷേപവുമായിക്കൊണ്ടുള്ള സ്ട്രാറ്റജിയാണ് ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. സാർ, ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ഈ 1 മില്ലിഗ്രാം പർച്ചേസ് ചെയ്യാൻ പറ്റണമെങ്കിൽ സ്പർശയിലൂടെ പറ്റുള്ളൂ, വേറെ ഒരു സ്ഥലത്തും പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയിട്ട് എനിക്കൊരു 10 മില്ലിഗ്രാം സേവ് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അഡ്വാൻസ് പേ ചെയ്യുന്നു കമ്പനിയിൽ. എനിക്കൊരു 10 മില്ലിഗ്രാം വേണം സാർ, ഓരോ മില്ലിഗ്രാം വെച്ച് ഞാൻ ബൈ ചെയ്തോളാം. എനിക്ക് അതിനൊരു അപ്രിസിയേഷൻ കമ്പനി തരുന്നു. കമ്പനി ഈസ് ഗ്രേറ്റ്നെസ്. തീർച്ചയായിട്ടും ഇപ്പൊ എല്ലാവരും ചെയ്ത കാര്യമാണ്. 11 മാസത്തെ സ്കീം, ഒരു മാസം പണിക്കൂലി കുറവായിട്ടും 11 മാസത്തെ സ്കീമിൽ ചില ആളുകൾ ഈ പറഞ്ഞ പണിക്കൂലി ഇല്ലാതെയും കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ഈ പറയുന്ന ട്രാൻസാക്ഷൻ. ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കും, നിങ്ങൾ ഈ ഇവിടെ വന്നിരിക്കേണ്ടത് ഈ പ്രസ് മീറ്റിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സാലറിയും എന്തെങ്കിലും കൂലി ഉണ്ടാവില്ലേ? ഈ കൂലി ഇല്ലാതെ പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഒരു അപമാനമായിട്ട് ഞങ്ങൾക്ക് സംബന്ധിച്ചോളം ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ സ്വർണ്ണപ്പണിക്കാരാണ്. ഞാൻ പണിയുന്ന ഒരു ആഭരണത്തിന് പണിക്കൂലി ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പണിയുന്ന അവസ്ഥയാണ്.
നിങ്ങൾ അതിനെ പറ്റിയൊക്കെ എന്ത് ചെയ്യും, ന്യൂസ് കൊടുക്കുക, അതെ, അതിനെ പറ്റിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഒരുപാട് ഗോൾഡ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് ആളുകളുണ്ട് ഈ മേഖലയിൽ നിന്നും എന്താ പറയാ ഔട്ടായി പോകാനുള്ള റീസൺ തന്നെ ഈ പണിക്കൂലി ഇല്ലായ്മ കൊണ്ട് ഉണ്ടായ അപമാനം. കാരണം കൊണ്ടാണ്. അപമാനം, വലിയ അപമാനമാണ്. ഫാമിലിപരമായിട്ട് ഗോൾഡ് സ്മിത്ത് ആയിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ ഫാമിലിയിലും അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഒക്കെ കാരണവന്മാരൊക്കെ പണിയും പണിക്കൂലിയും എല്ലാം എടുത്തുകൊണ്ട് നടന്നിരുന്ന ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് സ്വർണത്തിന് മാത്രം പണിക്കൂലി ഇല്ല എന്ന് പറയുന്ന രീതിയിലേക്കാണ് അതിനെ പറ്റിയിട്ട് നമ്മൾ വാർത്തകൾ ഞങ്ങളുടെ മേഖലയുള്ളവർക്ക് പെണ്ണുപോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളൊരു ഇനിഷ്യേറ്റീവ് എടുത്തു. എന്താണ്, ഞങ്ങളുടെ മേഖലയിൽ നിന്ന് ഞങ്ങൾക്ക് സ്വർണം മറ്റുള്ളവർക്ക് കൂടി, ഞങ്ങൾ 4 തലമുറകളായിട്ട് സ്വർണത്തിലുണ്ട്, അത് ഇനി 10 തലമുറകളോളം ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അത് ജനങ്ങളെ കൂടി ചേർത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക. അതിന് ഇന്നത്തെ ടെക്നോളജി മാക്സിമം ഉപയോഗിക്കുക. ഇതാണ് നമ്മുടെ അല്ല അല്ല ഇപ്പൊ ഞങ്ങളാണ് നേരിട്ട് നടത്തുന്നത്. അല്ല നിങ്ങൾക്കാണ്, ഞങ്ങളാണ് ചെറുപുഴയിൽ ഇത്രയും പൈസ മുടക്കിയത്. ഞങ്ങളിപ്പോ ഏകദേശം സ്റ്റോക്ക് പറയാൻ പാടില്ല, എന്നാലും ഞങ്ങൾ 7 കോടി രൂപയുടെ സാധനങ്ങൾ ഞങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങളാണ് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നത്. കാരണം നിങ്ങളുടെ നാട്ടിൽ ഒരു സംരംഭം വരുമ്പോൾ നിങ്ങൾ അതിനെ അനുകൂലിക്കാൻ ഒരുപാട് ആൾക്കാർക്ക് തൊഴിലവസരം. ഇന്നലെ തന്നെ ചെറുപുഴയിൽ നിന്ന് 5-6 പേര് നമ്മുടെ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. ജോലി നമ്മുടെ അവിടെ മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് 5-10 പേര് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എനിക്ക് കറക്റ്റ് പേര് അറിയില്ല. ഞാൻ ഗൾഫിൽ ഒരുപാട് ആളുകൾ പോകാറുണ്ട് ഇല്ലേ, ഈ നമ്മുടെ നാട്ടിൽ നിന്നും പോകാറുണ്ട്. ഗൾഫിൽ നിന്ന് എത്രയോ പേര് എന്താ പറയുക നശിച്ച് ഒന്നുമില്ലാണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഗൾഫിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കി വന്ന ആളുകളുണ്ട്. നമ്മളാരെങ്കിലും ഗൾഫ് പൊട്ടിച്ചു എന്ന് പറയുമോ? അത് നമ്മൾ നോക്കി ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഞങ്ങളെ നോക്കി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കി. പക്ഷെ നിങ്ങൾ സൂക്ഷ്മമായി നോക്കണം. എന്താ പറയുക, സംശയദൃഷ്ടിയിൽ നോക്കരുത്. കൃത്യമായി നോക്കി പരിശോധിച്ച് മനസ്സിലാക്കി നിങ്ങൾ ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യും. ഒരു കാര്യം പറയാം, ഞങ്ങൾ എറണാകുളംകാരാണോ കൊച്ചിക്കാരാണോ അതൊന്നല്ല, നമ്മളൊക്കെ മലയാളികളാണ് അല്ലേ. മലയോര സുഹൃത്തുക്കൾ അങ്ങനെയുമില്ല, നമ്മളെല്ലാവരും മലയാളികളാണ്. ഒരു മലയാളി സംരംഭം നമ്മുടെ നാട്ടിലൊരു സ്ഥാപനം വന്നു, കുറച്ച് പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റി ഡയറക്റ്റായിട്ട്. ഇൻഡയറക്റ്റായിട്ട് നമുക്ക് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും നമ്മൾ ചിന്തിച്ചു. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ CSR ഹോപ്പ് എന്നാണ് ഇപ്പോൾ പ്രോജക്റ്റിൻ്റെ പേരിട്ടിരുന്നത്. ആ CSR കൂടി ഫോം ചെയ്യുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത കുറേ ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ, ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. അപ്പം എന്നെയും രാകേഷിനെ സംബന്ധിച്ചോളം ഞങ്ങളിതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഞങ്ങളത് ഫോട്ടോ ഇട്ട് സ്റ്റാറ്റസ് ഇട്ട് ഞങ്ങൾ എന്ത് ചെയ്യാറില്ല, മൂവ് ചെയ്യാറില്ല. ടെക്നോളജി, ആ കാര്യത്തിൽ ടെക്നോളജി ഞങ്ങൾ മിതത്വം പാലിക്കുന്ന ആൾക്കാർ കൂടിയാണ്. ഞങ്ങൾ അത് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാറില്ല. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആഗ്രഹങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ആ രീതിയിൽ ഞങ്ങൾ പോകാറുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് മീൻസ് ഇപ്പം നേരത്തെ രാജേഷ് പറഞ്ഞു, സന്തോഷ് തോമസ് എന്ന് പറഞ്ഞ വ്യക്തി, ആ വ്യക്തി ഇവിടെ ഇല്ല അല്ല, പേരടക്കം ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഒരു ഗൾഫ് റിട്ടയർഡാണ്. അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം. ആ ആഗ്രഹത്തിന് നമ്മൾ എന്ത് ചെയ്ത്, അത് ഇന്ന് രാവിലെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരൊറ്റ വ്യക്തിനെയും കണ്ടിട്ടാണ് ആ ഒരു വാക്ക് വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നത്. അത് നമ്മൾ ഇന്ന് ഇവിടെ പാലിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇന്നത്തെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. ഞങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ അതാണ്. അതിൽ ഇനി ആൾക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ സംരംഭകരെ കൊണ്ടുവരികയോ ആളുടെ കൂട്ടുകാരെ അതിലേക്ക് നമ്മളിവിടെ ആൾക്ക് വേണ്ട ഒരു സൗകര്യം എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഞാൻ പറയാലോ, സ്പർശ ഗോൾഡൻ ഡയമണ്ട്സിക്ക് വേണ്ടിയിട്ട് ഒരാളും കാശ് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ലാത്ത ഒരു കമ്പനിയാണിത്. ആക്ച്വലി നമ്മൾ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ആളുകൾക്ക് നമ്മളൊരു കാര്യം ചെയ്യുന്നതുകൊണ്ട് സൊസൈറ്റിക്ക് ഗുണം ഉണ്ടാവണം, നമ്മുടെ സമൂഹത്തിന് ഗുണം ഉണ്ടാവണം. അതുപോലെ തന്നെ ഗവൺമെന്റിലേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് കൊടുക്കാൻ പറ്റണം, ടാക്സ് കൊടുക്കാൻ പറ്റണം. അതുപോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന കമ്പനിക്കും കമ്പനിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും ഒരുപോലെ അതിനെ ഗുണപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കച്ചവടം മാത്രമേ സ്പർശ ഗോൾഡൻ ഡയമണ്ട്സ് ഇന്ന് ചെയ്തിട്ടുള്ളൂ, ഇനി ചെയ്യാനും ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ളൊരു കച്ചവടം മാത്രമേ ഉള്ളൂ, അത് സ്വർണ്ണമാണ്. കാരണം ഞങ്ങളുടെ ക്യാപ്ഷൻ തന്നെ ഗോൾഡ് ഈസ് അവർ ഗോൾഡ് ആണ്. സ്വർണം ദൈവത്തെ പോലെ ഞങ്ങൾ കാണുന്നു. ദൈവമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, സ്വർണം ഞങ്ങൾ ദൈവമായിട്ട് കാണുന്നു എന്നാണ് നമ്മൾ ക്യാപ്ഷൻ നമ്മൾ വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് പല ക്യാപ്ഷൻ വെക്കാം. അപ്പം അത് ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തപ്പോൾ സാറ് ചേട്ടൻ പറഞ്ഞ മാതിരി ഞങ്ങൾ അങ്ങനത്തെ തട്ടിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 4 തലമുറ മൊത്തത്തിൽ എന്ത് ചെയ്യും, നാണം കെടും. ആ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനിയൊരു 10 തലമുറകളിലേക്കെങ്കിലും സ്പർശ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ സ്പർശിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും പോകാൻ സാധിക്കാനായിട്ടാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് ഇവിടെയുള്ള എല്ലാ മീഡിയ സപ്പോർട്ടുകളും വ്യാപാരി സപ്പോർട്ടുകളും പാർട്ടി സപ്പോർട്ടുകളും ഈ പൊളിറ്റിക്സ് സപ്പോർട്ടുകളും എല്ലാ രീതിയിലുള്ള സപ്പോർട്ട്, അതുപോലെ തന്നെ എല്ലാ റിലീജിയനിലുള്ള എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെയും സപ്പോർട്ടുകൾ വേണം.
സ്പർശ ഗോൾഡൻ ഡയമണ്ട്സിനെ ആരും വേറിട്ട രീതിയിൽ കാണരുത്, നിങ്ങളിൽ ഒരാളായിട്ട് നമ്മളെ കാണണം എന്നുള്ളൊരു അപേക്ഷ അഭ്യർത്ഥനയാണ്, അപേക്ഷിക്കുകയാണ്. ഒരു സംരംഭം സക്സസ് ആവണത് അവിടുത്തെ നാട്ടുകാർ വിചാരിച്ചല്ല, അല്ലേ? ഡെഫിനറ്റ്ലി അവരുടെ സപ്പോർട്ടാണ്. ഇതിപ്പോ തുടങ്ങാനേ നമുക്ക് പറ്റുള്ളൂ. അത് സക്സസ്ഫുൾ ആക്കേണ്ടത് നിങ്ങളൊക്കെയാണ്, അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് സ്പർശയ്ക്ക് ഭയങ്കര ഒരു കാര്യം, നമ്മൾ എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വാങ്ങിയാലും ഇല്ലെങ്കിലും നിങ്ങൾ ഷോപ്പ് എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് വിസിറ്റ് ചെയ്യുക, എല്ലാവരും ഒന്ന് സന്ദർശിക്കുക. നല്ലതാണെങ്കിൽ എന്ത് ചെയ്യുക, നല്ലതാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നല്ലതാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ക്യാമറ ചെയ്യുക, പോകണം, എന്ത് ചെയ്യുക, എന്നിട്ട് പറയണം പാവപ്പെട്ടവരും വന്ന് വാങ്ങിക്കാൻ പറ്റും, അല്ലേ? നല്ലതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിന് എതിരെ എന്ത് ചെയ്യുക, ഞാൻ പറയാം. ഇനി എന്തുണ്ടെങ്കിലും ഞാനും എന്റെ ബ്രദറും ഞങ്ങൾ രണ്ടുപേരും ആക്സസ് ഉള്ള ആൾക്കാരാണ്. ഞങ്ങൾ ദുബായിൽ നിന്നിട്ടല്ല ഈ ബിസിനസ് ചെയ്യുന്നത്, ചെറുപുഴ വന്നിട്ടാണ് ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത്. ഞങ്ങളെല്ലാം ഇവിടെ പ്രമുഖ ജ്വല്ലറി ഓണേഴ്സിന് വരെ ഞങ്ങൾ ഇന്ന് നേരിട്ട് പോയിട്ട് അവര് നമ്മുടെ ഷോപ്പിലേക്കും വന്നിട്ടുണ്ട്. അത് ഈ ചെറുപുഴയുടെ മാത്രം വ്യത്യാസമാണ്. ഞങ്ങൾ പല സ്ഥലത്തും പല ഷോപ്പുകളും ഞങ്ങൾ പോയി നേരിട്ട് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ചെറുപുഴയിലത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, ചെറുപുഴയിലത്തെ മറ്റുള്ള ജ്വല്ലറി ആളുകൾ പോലും നമ്മുടെ ഷോപ്പ് വന്ന് കാണാൻ അവർ തയ്യാറായി. അത് അവരുടെ നല്ല മനസ്സാണ്. അത് നേരത്തെ സാറ് പറഞ്ഞ മാതിരി, ചേട്ടൻ പറഞ്ഞ മാതിരി മലയോര മേഖലയുടെ പ്രത്യേകതയാണ്. അത് മലയോര മേഖലയ്ക്ക് മാത്രം ഞങ്ങൾ കൊടുക്കുന്ന ഒരു പ്രത്യേകത, പ്രിവിലേജ്. പിന്നെ ഇതിന്റെ കൂടെ ഒരു ആഡ് ഓൺ കൂടെ പറയാം സാർ. നമ്മളൊരു ലൊക്കേഷനിൽ 3 ഷോപ്പുണ്ട്. 4ാമതൊരു ഷോപ്പ് വരുമ്പോൾ അവിടുത്തെ നാട്ടുകാർക്കാണ് ബെനിഫിറ്റ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ 3 ഇല്ലാത്തൊരു വെറൈറ്റി 4ാമത്തെ ഷോപ്പിൽ വരും. അപ്പോൾ ഈ നിൽക്കുന്ന 3+1 4ാമത്തെ കടക്കാരനും എപ്പോഴും ഒരു ബെനിഫിറ്റ് ആണ്. ഇവിടെ ഇല്ലെങ്കിൽ അവിടെ എടുക്കുക, അവിടെ ഉണ്ട്, അവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ട്. ഇത് ഞങ്ങളുടെ ഒരു യൂണിറ്റിയാണ്, മനസ്സിലായില്ലേ? അതൊരു എപ്പോഴും പോസിറ്റീവ് പ്രോസ്പെക്റ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി 5ാമതൊരു കട വന്നാലും നമുക്ക് സന്തോഷമാണ്. കാര്യം എന്ന് പറയാൻ വെറൈറ്റി കസ്റ്റമേഴ്സിന് അത്രയും ഓപ്പർച്യൂണിറ്റി ഓഫ് ബൈയിങ് വരും, അല്ലേ? ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ് ഒരു കസ്റ്റമർ ബൈ ചെയ്യാൻ പോണത്, അവൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നതാണ്. ഈ സ്വർണ്ണം ആയതുകൊണ്ട് എക്സ്പെൻസീവ് ആണ്, അല്ലേ? അപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓർണമെന്റ്സ് വരുന്നു എന്ന് പറയുമ്പോൾ ഇനി 5ാമത് വന്നാലും ഞങ്ങൾക്ക് സന്തോഷമാണ്, ഞങ്ങളുടെയും കച്ചവടം കൂടും. സ്വർണം 8000-ലേക്ക് കിടന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഭയക്കാതെ നമുക്ക് സ്വർണം മേടിക്കാൻ സ്പർശ നിങ്ങളെ സഹായിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാണ്. ഇപ്പം അവസ്ഥ, ചിലതിന് സൈഡില്ല, ചിലതിന് സൈസില്ല. ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചാലോ ഫോൺ എടുക്കുന്നുമില്ല. കിട്ടണം. ABC-യുടെ ഓഫർ ഉണ്ട്, അവിടെ നിന്ന് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ നീ എന്നോട് എന്താ പറഞ്ഞത്? ABC ഒക്കെ വിലക്കുറവ് വേറെ ഷോപ്പ് കിട്ടുമെന്ന്. ഇപ്പൊ കിട്ടിയില്ലേ? എടാ, ABC ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ്, പോരാത്തിന് വാറണ്ടി. ഇന്ന് വന്ന് നാളെ പൂട്ടിപ്പോകുന്നവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തെന്ന് വരും. പക്ഷെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലോ ഇതാണ് അവസ്ഥ. പക്ഷെ ABC അങ്ങനല്ല. കൊല്ലം 10-26 ആയേ അവർ ഈ പണി തുടങ്ങിയിട്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ ഒരു ഒറ്റ വഴിയുള്ളൂ. ABC-യിൽ പുതിയ ഓഫർ ഉണ്ട്. ABC ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ABC മെഗാ സെയിൽ. ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം 1 പവൻ സ്വർണത്തിന്റെ വിലയിൽ. ലോകോത്തര ബ്രാൻഡുകൾ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ, അതിവിപുലമായ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും. ABC മെഗാ സെയിൽ. ഇനി ആദ്യം വാങ്ങാം, ലാഭത്തിൽ വാങ്ങാം. ഈ ഓഫർ ABC മൈ ഹോം, ABC സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം.